സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ അനലറ്റിക്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? നമുക്ക് പുതിയൊരു ക്ലയന്റ് വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഈവൻ നമുക്ക് അറിയാത്തൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ടുള്ള റിസർച്ച് കാര്യങ്ങൾ ചെയ്യും, കണ്ടന്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യും, അതിന്റെ എക്സിക്യൂഷൻ ഫേസിലേക്ക് പോകും. അതായത് പ്രൊഡക്ട്സിന് സ്ക്രിപ്റ്റിംഗ്, എക്സിക്യൂഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു മന്ത്ലി എന്നുള്ള രീതിയിൽ അല്ലെ വീക്ക്ലി എന്നുള്ള രീതിയിൽ റിപ്പോർട്ട്സും അവർക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ എക്സിക്യൂഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് അനാലിസിസ്. അതായത് ഇവൻ നമ്മൾ റിപ്പോർട്ട്സ് ഒക്കെ അയക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം നമ്മുടെ കണ്ടന്റിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്തിലാണ് നമ്മൾ നോർമലിൽ നിന്നും ഒരു സക്സസ്ഫുൾ സോഷ്യൽ മീഡിയ മാർക്കറ്ററായി മാറുന്നത്. സോ അതായത് അതിന് വേറെ ടൂൾസ് ഒന്നും നിങ്ങൾ അന്വേഷിച്ച് പോകുമെന്നും വേണ്ട. ഇൻസ്റ്റഗ്രാമിന്റെ ഇൻസൈറ്റ്സ്, ഓരോ കണ്ടന്റും എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് ഇൻസ്റ്റഗ്രാം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ നമ്മൾ വേറെ ടൂൾസ് കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളിപ്പോ പോസ്റ്റിംഗ് പോലെ തന്നെ ഷെഡ്യൂളിംഗ് പോലെ തന്നെ ഈ ഒരു അനാലിസിസും കൂടെ നമ്മുടെ ഇതുവരെ ചെയ്ത കണ്ടന്റ് എങ്ങനെ വർക്ക് ചെയ്തു, അത് ഓഡിയൻസ് എങ്ങനെയാ പെർസീവ് ചെയ്തിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യുന്നതും നമ്മുടെ ഒരു റുട്ടീന്റെ ഭാഗമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബ്രാൻഡ്സിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അതേപോലെ ഒരു നോർമൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിൽ നിന്നും നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്ററായിട്ട് മാറാൻ സാധിക്കും.